ഇങ്ങനെ ഉച്ചയാവോളം കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഫോണും നോക്കിയാൽ പൊട്ടും ഗൈസ്, പൊട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 6 days സ്റ്റഡി പ്ലാൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനയിക്ക്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 6 days സ്റ്റഡി പ്ലാനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ മാറ്റാമെന്നും പറയാം. അപ്പോൾ നമ്മുടെ സൈലമൊക്കെ സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ മാത്സ് മാത്രമാണ് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഇതിന് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. ഇത് നിങ്ങളിലേക്കും എങ്ങനെ മാറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇൻട്രോ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനയിക്ക്. അപ്പോൾ നമുക്ക് ഇൻട്രോയിലേക്ക് പോകാം. ഇൻട്രോ അല്ല, ടൈം ടേബിളിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 6 days ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ട്യൂസ്ഡേ, ഇന്നത്തെ ദിവസം ഞാൻ ഹിന്ദിക്കാണ് ടൈം വെച്ചിട്ടുള്ളത്. അതായത് ഇന്ന് ഹിന്ദി മാത്രം സെറ്റാക്കും. വൈകുന്നേരം നമുക്ക് ലൈവ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ലൈവും കണ്ടിട്ട് ഇന്ന് ഹിന്ദിയാണ് മെയിൻ നോക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ സൈലത്തിൻ്റെ ലൈവ് വരുമ്പോൾ അതൊക്കെ കാണും. അത് ഞാൻ സൈലം മാത്രമാണ് എടുത്തു പറയുന്നത്. ഞാൻ സൈലം കാണുന്നുണ്ടാണ് ഞാൻ സൈലം എടുത്തു പറയുന്നുള്ളത്. വേറെ ചാനൽ എജുബോട്ട് ആയാലും എക്സാമിനർ ആയാലും വേറെ ചാനൽസ് നിങ്ങൾ റെഫർ ചെയ്യുന്നത് ഉണ്ടാവും. അവരുടെ ലൈവ് കാണാം, ഫ്രീ. അവർ ലൈവ് വരുമ്പോൾ ആ ലൈവ് കാണാം. അല്ലാണ്ട് നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഈ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ടൈം ടേബിൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്ന് ട്യൂസ്ഡേ, ഇന്ന് ഹിന്ദിക്കാണ് ടൈം ടേബിൾ ഉള്ളത്. പിന്നീട് വെനസ്ഡേ ഫിസിക്സിനാണ് ടൈം ഉള്ളത്. അതായത് നാളെ ഫിസിക്സ് പഠിക്കുക ഫുള്ള്. അതായത് ഫിസിക്സ് എങ്ങനെ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് എല്ലാ PYQും പഠിക്കുക, എല്ലാ കോൺസെപ്റ്റും പഠിച്ചതിന് ശേഷം എല്ലാ PYQും സോൾവ് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം കോൺസെപ്റ്റ് എന്ന് പഠിക്കുക, അതിനുശേഷം എക്സാമിൻ്റെ തലേ ദിവസം കുറേ PYQ സോൾവ് ചെയ്താൽ മതി. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഏതാണ് ശരിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെയുള്ള ഹിന്ദി, ഞാൻ ഇന്നത്തെ പഠിക്കേണ്ട എന്താ അറിയോ, ഹിന്ദിയിൽ മാക്സിമം ടെക്സ്റ്റ് വായിച്ച് എടുക്കുക. നിങ്ങൾ എത്ര വട്ടം ഇത് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറ്റുമോ അത്രയും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് നിങ്ങളുടെ എക്സാമിൽ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സോഷ്യൽ എക്സാമിൻ്റെ പേപ്പർ തന്നെ കണ്ടില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരാൾക്ക് മാത്രമേ ആ ഒരു ആൻസർ നല്ല രീതിക്ക് എഴുതാൻ പറ്റൂ. അപ്പോൾ അതേപോലെ ആയിരിക്കും ഇനി എല്ലാ വരുന്ന എക്സാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആയി പോകണം. അപ്പോൾ അതിനുശേഷം നമുക്ക് തേഴ്സ്ഡേ മൂന്നാമത്തെ ദിവസം നമുക്ക് കെമിസ്ട്രി ആണ് വരുന്നുള്ളത്. ഓക്കെ, പിന്നെ ഫ്രൈഡേ കെമിസ്ട്രി ആൻഡ് ബയോളജി. ആ ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് ആ ഒരു ദിവസം നിങ്ങൾ വെക്കേണ്ടത്. എനിക്കിപ്പം മോഡൽ എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രിയിൽ കുറച്ച് മാർക്സ് കുറവാണ്. അതിനുശേഷം എനിക്ക് ബയോളജി, എന്നെ അറിയാവുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാമായിരിക്കും, എനിക്ക് ബയോളജി കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിക്കും ബയോളജിക്കാണ് ഫ്രൈഡേ അധികം ടൈം കൊടുത്തിട്ടുള്ളത്. അതായത് ഫ്രൈഡേ നിങ്ങൾ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിന് നമുക്ക് അവിടെ ശരിക്കും ഫ്രീ ആണ് വരേണ്ടത്. അവിടെ ശരിക്കും ബയോളജിയാണ് പഠിക്കേണ്ടത്. നമുക്ക് ബയോളജി വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ ഈ ഒരു 4 ദിവസം നിങ്ങൾ ഏറ്റവും ടഫായുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം. അതിനുശേഷം നമ്മൾ സാറ്റർഡേ മാത്സ് പഠിക്കുക. മാത്സിൻ്റെ മാക്സിമം കോൺസെപ്റ്റും മാക്സിമം ഇക്വേഷൻസും നമ്മൾ ആ ഒരു ദിവസം പഠിക്കുക. അതിനുശേഷം അന്ന് തന്നെ PYQ സോൾവ് ചെയ്യാൻ തുടങ്ങിയാൽ അത്രയ്ക്കും നല്ലതാണ്. അതിനുശേഷം സൺഡേ ഫുൾ PYQ സോൾവ് ചെയ്യുക. ഏറ്റവും ടോപ്പ് ലെവലിലെ PYQ സോൾവ് ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ടോപ്പ് ലെവലിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെയാണ് മൂക്ക് പിടിക്കുന്നുള്ളത്, ഡയറക്റ്റ് ഒന്നുമില്ല. ഓക്കെ, അത്രയും ടഫായിട്ടാണ് വരുന്നുള്ളത്. ടഫ് എന്നല്ല, പഠിച്ച ഒരാൾക്ക്, അത്യാവശ്യം നല്ല പഠിച്ച ഒരാൾക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റുന്നത് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് മുൻനിർത്തിയിട്ട് വേണം നമ്മൾ ഇനി പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഇതേപോലുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഇനി ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇൻട്രോ പോലെ ആയിപ്പോകും കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ആ സ്റ്റഡി പ്ലാൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി ഫസ്റ്റ് 3 days. പിന്നീട് ഫ്രൈഡേയിൽ നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കെമിസ്ട്രിയും ബയോളജിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് സാറ്റർഡേ മാത്സ്, സൺഡേ മാത്സ്. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ സൈലത്തിൻ്റെ ഞാൻ സൈലമായോണ്ട് പറയുകയാണ്, സൈലത്തിൻ്റെ ലൈവ് വരുമ്പോൾ അത് കാണും, ആ സൈലത്തിൻ്റെ വീഡിയോ കാണും, അതൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനായിരിക്കും ഞാൻ ഫ്രീ ആകുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ടൈം ടേബിൾ. അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ എന്തെങ്കിലും നിങ്ങൾ വെറൈറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിളിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഒരു ടൈം ടേബിളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. എല്ലാവരും അടിപൊളിയായി പഠിക്കുക ഗൈസ്. ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി എക്സാമിൽ നല്ല രീതിക്ക് തന്നെ എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും ഫുൾ A+ ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അഭിനവ്.